ചേച്ചി ഇതൊന്നും ഇല്ലായിരുന്നേ. ഇത് കൊള്ളാനാണോ? നല്ല അടിപൊളി ത്രെഡിന്റെ കളക്ഷൻസ് ആണല്ലോ. എന്ത് ഫാബ്രിക് ഇത്? മസ്ലിൻ അല്ലേ? നമുക്ക് ഒരുപാട് പേര് നമ്മളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലത്തെ കളക്ഷൻസ്. അതായത് ഈ കട്ട് ബീഡ്സ് എല്ലാവരും പാർട്ടി വെയർ എന്ന് പറയുമ്പോൾ കൂടുതലും ഭയങ്കര ഷൈനിങ് കട്ട് ബീഡ്സ് അതൊക്കെ അല്ലേ. അപ്പൊ അതിനൊക്കെ മാറി കുറച്ച് എന്താ പറയുക സിമ്പിൾ എലഗന്റ് ആയിട്ടൊക്കെ പെയർ ചെയ്യണമെന്നുള്ളവരൊക്കെ ഇങ്ങനത്തെ കളക്ഷൻസ് ചോദിക്കുന്നുണ്ട് നമുക്ക്. ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് അല്ലേ. ഓക്കെ, നമുക്ക് ഇത് വീഡിയോ കാണിക്കാം. നല്ല ഇതിന്റെ ഒരു എനിക്കൊരു നമുക്ക് കുറച്ച് നാളായിട്ട് ഉണ്ടായിരുന്നു. നല്ല കളേഴ്സ് ബർഗണ്ടി വൈൻ ഇതൊക്കെ നല്ല കോമ്പിനേഷൻ അല്ലേ. നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. യെല്ലോ കളർ നമ്മൾ ഹെൽദിക്കാർക്കൊക്കെ കൊടുക്കാൻ പറ്റും. നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് വീഡിയോ കാണിക്കാം. പാർട്ടി വെയർ ആയിട്ടുള്ള പ്രീമിയം ഔട്ട്ഫിറ്റിന്റെ കളക്ഷൻസ്, അതായത് സൽവാർ സെറ്റ്സ് അൺസ്റ്റിച്ചിന്റെ കളക്ഷൻ ആണ് നമ്മൾ ഇന്ന് അപ്ഡേറ്റ് ചെയ്തത്. അപ്പൊ ഇത് പാർട്ടി വെയർ പറയുമ്പോൾ നമുക്ക് ഒരുപാട് അങ്ങനെ ഷൈനിങ് കട്ട് ബീഡ്സ് ഒന്നും വെച്ചിട്ടുള്ള പാറ്റേൺ അല്ല. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബുള്ളിയൻ ഫ്ലവേഴ്സും ത്രെഡ് ഒക്കെ കൊടുത്തിട്ട് നല്ല ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഒക്കെ കൊടുത്തിട്ട് ചെറിയ സീക്വൻസ് കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. നിങ്ങൾക്ക് ഇതിന്റെ വർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് നല്ലൊരു ഡാർക്ക് വൈൻ ഒരു ബർഗണ്ടി ഷെയ്ഡ്. അടുത്ത ഈ കോഫിയുടെ ഒക്കെ ഒരു കോമ്പിനേഷൻ കണ്ടോ ഭയങ്കര ക്യൂട്ട്, നല്ല ഹൈലൈറ്റ് മീൻസ് ഈ ഒരു വർക്ക് നല്ല റിച്ച് ആയിട്ടുള്ളൊരു വർക്കാണ്. നെക്സ്റ്റ് വൺ ഒരു പീകോക്ക് ബ്ലൂ. അടുത്തതൊരു യെല്ലോ നമുക്ക് ഹൽദിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ സെറ്റ് ചെയ്ത് കാണിക്കാം. നല്ലൊരു പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്നൊരു സെറ്റാണ്. നമുക്കിത് ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് കാണാം. ഫസ്റ്റ് ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് ബർഗണ്ടി ടോൺ ആണ്. ഇതുപോലെ നാസ്ബിൻ ദുപ്പട്ടയൊക്കെ വന്നിട്ട് ഈ ഒരു വർക്ക് ഉണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പിനേഷൻസിൽ ചെയ്തിട്ടുള്ള ഈ ഒരു വർക്ക് മീൻസ് ഈ ത്രെഡിന്റെ വർക്ക് ഒക്കെ നമ്മളൊന്ന് ബൊട്ടിക്കിൽ കൊടുത്ത് കസ്റ്റമൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ റേറ്റ് എത്രയാണെന്ന് അറിയാൻ പറ്റും. കസ്റ്റമൈസ് ചെയ്യുന്നവർക്ക് ഇത് അറിയാൻ പറ്റും. സോ നല്ല എലഗന്റ് ആയിട്ടുള്ള ത്രെഡ് കൊടുത്തിട്ടുള്ള വർക്കാണ് നമ്മൾ ഈ ഒരു മസ്ലിൻ അതായത് പ്യുവർ ആയിട്ടുള്ള മസ്ലിൻ ഫാബ്രിക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് നാസ്ബിന്റെ ദുപ്പട്ടയാണ്. ദുപ്പട്ടയുടെ എൻഡിൽ ഇതുപോലെ ക്രോഷ്യോ ലേസിംഗ് ഒക്കെ കൊടുത്ത് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ഓരോ മോട്ടീവ്സ് നോക്കി നിൽക്കുന്നത് ഇതുപോലെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള വർക്കാണ്. ചെറിയ ചെറിയ ഫ്ലോറൽ മോട്ടീവ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഹെംലൈൻ കണ്ടു ഇതുപോലെ സ്റ്റിച്ചസ് കൊടുത്തിട്ടാണ് ഹെംലൈൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ചെറിയ സീക്വൻസ് കൂടി ആഡ് ചെയ്ത് ഈ ദുപ്പട്ട നമുക്ക് എങ്ങനെ വേണമെങ്കിലും കംഫർട്ടായിട്ട് വെയർ ചെയ്യട്ടോ. വൺ സൈഡ് കൊടുക്കാം, ജസ്റ്റ് ഫോൾഡ് ചെയ്തിടാം, ഭയങ്കര കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ്. 2190 ആണ് ഈ ഒരു പ്യുവർ മസ്ലിൻ ഹാൻഡ് വർക്ക് ത്രെഡ് വർക്ക് സെറ്റിന്റെ പ്രൈസ് വരുന്നത്. അടുത്ത നല്ല ഡാർക്ക് ആയിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കോഫി ടോൺ ആണ്. കോഫിയിലേക്ക് നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സിന്റെ ഒക്കെ ഒരു കോമ്പിനേഷൻസ് വരുന്നത് ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട്. നല്ല പീച്ചിന്റെ തന്നെ ലൈറ്റും ഡാർക്കും ഒക്കെ ആയിട്ടുള്ള കോമ്പിനേഷനിൽ വരുന്ന ത്രെഡ് കൊടുത്തിട്ടാണ് ഈ ഒരു വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ എലഗന്റ് ആയിട്ടുള്ള വർക്കാണ് യോക്കിൽ കൊടുത്തിട്ടുള്ളത്. നാസ്ബിൻ ദുപ്പട്ട 2190. ദുപ്പട്ട നമുക്ക് എങ്ങനെ വേണമെങ്കിലും പെയർ ചെയ്ത് യൂസ് ചെയ്യാം. വൺ സൈഡിൽ ടു സൈഡിൽ അല്ലെങ്കിൽ ഫോൾഡ് ചെയ്തൊക്കെ നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും. എൻഡിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ത്രെഡ് ഒക്കെ കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. അടുത്ത ഷെയ്ഡ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പീകോക്ക് ബ്ലൂ ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് വർക്ക് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. സെയിം ടോണിൽ തന്നെ വരുന്ന ഇതുപോലത്തെ ഷാൻറ്റൂൺ ബോട്ടം പ്ലസ് നാസ്ബിൻ ദുപ്പട്ട. ദുപ്പട്ടയിലാണെങ്കിൽ ഫുൾ ഇതുപോലെ ത്രെഡിന്റെ വർക്കും പിന്നെ എൻഡിലെ ക്രോഷ്യോയുടെ വർക്കൊക്കെ കൊടുത്ത് ഈ ഒരു മോട്ടീവ്സ് ഒക്കെ കണ്ടോ സിമ്പിൾ ആയിട്ട് നല്ല കോൺട്രാസ്റ്റ് കോമ്പിനേഷനിൽ നല്ല ക്യൂട്ട് കോമ്പിനേഷനിലാണ് നമ്മൾ ഈ ഒരു ത്രെഡ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ യോക്കിലെ വർക്ക് 2190. നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഫീൽ അല്ലെങ്കിൽ ഫീലിലൊക്കെ നമുക്കൊരു പാർട്ടിക്ക് യൂസ് ചെയ്യാൻ എന്തുകൊണ്ട് പറ്റിയൊരു അൺസ്റ്റിച്ചിന്റെ സെറ്റാണ്. അടുത്ത ഷെയ്ഡ് അത് നല്ലൊരു യെല്ലോ ടോൺ ആണ്. ഹൽദി ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് യെല്ലോ ആണ്. നാസ്ബിൻ ദുപ്പട്ട സെയിം ടോണിൽ തന്നെ വരുന്ന ഷാൻറ്റൂൺ ബോട്ടം. പ്യുവർ ആയിട്ട് വരുന്ന മസ്ലിൻ ആണ് ഫാബ്രിക്. സോ നമ്മളത് വാഷിംഗ് കെയർ നോക്കണം. അതായത് നമ്മൾ അങ്ങനെ നോർമൽ വാഷ് ഒന്നും ചെയ്യാൻ പാടില്ല. അത്യാവശ്യം ഫസ്റ്റ് വാഷ് ഒന്ന് ഡ്രൈ വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. പ്ലസ് നാസ്ബിനിൽ ഇതുപോലെ ക്രോഷ്യോ ലേസിങ്ങും ചെറിയ ചെറിയ ത്രെഡിന്റെ മോട്ടീവ്സ് ഒക്കെ കൊടുത്തിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. യോക്കിൽ വർക്ക് ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ കൊടുത്ത് സ്റ്റൈൽ ചെയ്തിട്ടുള്ള ത്രെഡിന്റെ വർക്കാണ് നമ്മൾ യോക്കിൽ കൊടുത്തിട്ടുള്ളത്. സോ അത്യാവശ്യം നമുക്കൊരു പ്രീമിയം പാർട്ടി വെയർ സ്റ്റൈലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് നമ്മുടെ വാട്സപ്പിൽ സെൻഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.